1921 ഓഗസ്റ്റ് 20 അന്നായിരുന്നു കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. വടക്കൻ കേരളത്തിന്റെ വിളിപ്പേരായ മലബാറിനെ അക്ഷരാർത്ഥത്തിൽ തീക്കുണ്ടവും ചോരപ്പുഴയുമാക്കി ആ കലാപത്തിന്റെ ഭീതിതമായ ഓർമ്മകൾ ഇന്നും എത്തിച്ചേരുന്നത് 105 വർഷങ്ങളിലേക്ക്. ചരിത്ര പുസ്തകത്തിന്റെ ഏടുകളിൽ ഈ ഒരു ദിവസം ചിലർക്ക് ഒരു കലാപത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. എന്നാൽ തുടർന്നു വന്ന ദിവസങ്ങളും മാസങ്ങളും മറ്റു ചില മനുഷ്യർക്ക് അത് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുകയും വിശ്വാസവും സ്വത്തും ജീവിതവും സംരക്ഷിക്കുവാൻ പോരാടേണ്ടി വരികയും പ്രാണരക്ഷാർത്ഥം വീട് വിട്ട് ഓടേണ്ടി വരികയും ചെയ്ത ദിവസങ്ങളായിരുന്നു. ഒട്ടോമൻസിനെ തകർത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പ്രതിഷേധവും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്വാധീനവും ഈ കലാപത്തിന്റെ പിന്നാമ്പുറത്തുണ്ടായിരുന്നു. എന്നാൽ കലാപങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും ഒന്നും ഉത്ഭവ സ്ഥാനത്ത് ഒതുങ്ങി നിൽക്കാറില്ലല്ലോ. കലാപം അതിന്റെ ബീഭത്സ രൂപത്തിൽ സാധാരണ ജനങ്ങളിലേക്കും എത്തി. പ്രത്യേകിച്ച് മലബാറിലെ നിരവധി ഹിന്ദു കുടുംബങ്ങളും ഏതാനും ക്രൈസ്തവരും ആക്രമണത്തിന്, കൊള്ളയ്ക്കും കൊലപാതകങ്ങൾക്കും നിർബന്ധിത മതപരിവർത്തനത്തിനും കുടിയൊഴിപ്പിക്കലിനും ഇരയായി. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആ സമരത്തിന് പിന്നിൽ പകവീട്ടലിന്റെയും വലിയ വെറുപ്പിന്റെയും ബീഭത്സ രൂപമുണ്ടായി. 19ാം നൂറ്റാണ്ടിൽ മലബാറിൽ നിരവധി കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് രേഖകൾ. 1921 മുൻപ് തന്നെ മലബാറിൽ മാപ്പിള കർഷകരും ജന്മിമാരും തമ്മിൽ ഭൂമി, പാട്ടവകാശം, കുടിയൊഴിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ സംഘർഷങ്ങൾ നിലനിന്നിരുന്നു. അതോടൊപ്പമാണ് ബ്രിട്ടീഷ് വിരുദ്ധ നീക്കങ്ങളും ഖിലാഫത്ത് പ്രസ്ഥാനവും കൂടെ ചേർന്നത്. തുടക്കത്തിൽ അതൊരു രാഷ്ട്രീയ സാമൂഹിക പ്രക്ഷോഭമാണ് എന്ന് കരുതിയെങ്കിലും 1921 ഓഗസ്റ്റിന് ശേഷം സംഭവങ്ങളുടെ സ്വഭാവം മാറുകയായിരുന്നു. ഖിലാഫത്ത് നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള ബ്രിട്ടീഷ് നീക്കത്തെ തുടർന്ന് ഓഗസ്റ്റ് 20 തിരൂരങ്ങാടിയിലുണ്ടായ സംഘർഷം മെല്ലെ രൂക്ഷമായി മാറുകയും പോലീസ് സ്റ്റേഷനുകളും സർക്കാർ സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുകയും പിന്നാലെ ഏറനാടിന്റെയും വളുവനാടിന്റെയും വിവിധ പ്രദേശങ്ങളിലേക്ക് കലാപം പടരുകയും ചെയ്തു. മഞ്ചേരി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പാണ്ടിക്കാട്, മേലാറ്റൂർ, കരുവാകുരക്കുണ്ട്, പൂക്കോട്ടൂർ തുടങ്ങിയ നിരവധി പ്രദേശങ്ങൾ കലാപത്തിൽ. നിരപരാധികളായ ഹൈന്ദവരും ക്രൈസ്തവരും പ്രാണരക്ഷാർത്ഥം എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിന്ന അവസ്ഥ. ചിലർ ബന്ധുക്കളുടെ വീടുകളിലേക്ക് ഓടിപ്പോയി, ചിലർ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് അഭയം തേടി, ചിലർ മലബാർ തന്നെ വിട്ടുപോയി. ശേഷിച്ചവരെ കൂട്ടക്കൊല നടത്തി കിണറുകളിൽ തള്ളി. മലബാറിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലെയും ഹൈന്ദവ കുടുംബങ്ങൾക്ക് സംഭവിച്ചത് അത് തന്നെയായിരുന്നു. കലാപം ബാധിച്ചത് സമ്പന്ന ജന്മിമാരെ മാത്രമായിരുന്നില്ല. സാധാരണ കർഷകരും തൊഴിലാളികളും വിവിധ സാമൂഹിക വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളും ആക്രമണത്തിന്റെ ഇരകളായി. അതോടൊപ്പം കൊള്ളയും വീട് നശിപ്പിക്കലും സ്വത്ത് കവർച്ചയും വ്യാപകമായി തന്നെ നടന്നു. ആധുനിക ചരിത്ര പഠനങ്ങളും 1921 മുതൽ 1922 കാലഘട്ടത്തിലെ കലാപത്തിൽ ഹിന്ദു ജനതയ്ക്കെതിരായ വ്യാപകമായ സാമുദായിക ആക്രമണം നടന്നതായി ചരിത്ര രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. മലബാർ കലാപത്തെക്കുറിച്ചുള്ള ഏറ്റവും വിവാദപരവും എന്നാൽ അവഗണിക്കാനാകാത്തതുമായ വിഷയമാണ് നിർബന്ധിത മതപരിവർത്തനം. കാലാകാലത്ത് ചില ഹിന്ദുക്കളെ ബലമായി ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്തതായി സമകാലീന രേഖകളിലും പിന്നീട് നടത്തിയ പഠനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കലാപത്തിന് ശേഷം ഇത്തരത്തിൽ മതം മാറേണ്ടി വന്നവരിൽ ചിലരെ വീണ്ടും ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായി നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും ചരിത്രത്തിൽ ആധികാരിക രേഖകളുണ്ട്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നയാൾ കലാപത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ചില ചരിത്രകാരന്മാർ ബ്രിട്ടീഷ് വിരുദ്ധ പോരാളിയായിട്ടാണ് വിലയിരുത്തുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഹിന്ദുക്കൾക്കെതിരായി നടന്ന അക്രമത്തെക്കുറിച്ച് വ്യക്തമായ രേഖകളുണ്ട്. 1921 നവംബറിൽ നടന്ന വാഗൺ ട്രാജഡി ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഭൂരിഭാഗവും മുസ്ലിമുകളായുള്ള തടവുകാരോടുള്ള ക്രൂരമായ പെരുമാറ്റത്തിന്റെ ഏറ്റവും ദാരുണമായ ഉദാഹരണങ്ങളിൽ ഒന്നായി ചരിത്രത്തിൽ ഇടം നേടിയെങ്കിൽ 1921 മലബാർ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ മറവിൽ കൊല ചെയ്യപ്പെട്ട ഹിന്ദുക്കളുടെയും ക്രൈസ്തവരുടെയും ചോരയിൽ മുങ്ങിയ ചരിത്ര സംഭവമായി രേഖപ്പെടുത്തപ്പെട്ടു. അപനിർമ്മിതമായ ചരിത്ര രേഖകളിൽ മിക്കവാറും നിറഞ്ഞു നിൽക്കുന്നത് വിജയിച്ചവരുടെ കഥകൾ മാത്രമായിരിക്കും. എന്നാൽ പരാജയപ്പെട്ടു പോയവർക്ക് എന്ത് സംഭവിച്ചുവെന്നും അവരുടെ കുടുംബങ്ങൾ എവിടെ പോയി എന്നും മതപരിവർത്തനത്തിന് നിർബന്ധിക്കപ്പെട്ട അവർ എങ്ങനെ അതിജീവിച്ചുവെന്നും സ്വത്ത് നഷ്ടപ്പെട്ടവർ എങ്ങനെ തിരിച്ചു വന്നുവെന്നും ആരും അന്വേഷിക്കാറില്ല. ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയവർക്ക് നായക പരിവേഷം ഒരുക്കിക്കൊണ്ട് ഡോക്യുമെന്ററികളും സിനിമകളും ചമയ്ക്കുവാനായിരിക്കും ചരിത്രത്തെ തിരുത്തി എഴുതുവാൻ ശ്രമിക്കുന്നവർ ഉത്സാഹിക്കുക. മലബാർ കലാപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വാര്യംകുന്നനെയും അലി മുസ്ലിയാരെയും ബ്രിട്ടീഷ് ഭരണത്തെയും മാത്രം ഓർക്കുന്നതിന് പകരം ആ കലാപത്തിന്റെ നടുവിൽ കുടുങ്ങിപ്പോയവരും ചരിത്ര പുസ്തകങ്ങളിൽ പേരില്ലാത്തവരുമായ സാധാരണ മനുഷ്യരെയും കൂടെ ഓർക്കേണ്ടതാണ്.
അവർക്കായിരുന്നു വീടും കുടുംബവും ജീവനും നഷ്ടപ്പെട്ടത്. അവരുടെ കണ്ണുകളിലൂടെ 1921 ഒരിക്കൽ കൂടി വായിക്കുമ്പോഴാണ് മലബാർ കലാപത്തിന്റെ മുഴുവൻ ചരിത്രവും നമുക്ക് കാണാൻ കഴിയുന്നത്.